വെൽക്കം ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 3-ലെ ലാസ്റ്റ് പോർഷനിലെ എക്സാം ക്വസ്റ്റ്യൻ പ്രിഡിക്ഷൻ ആണ്. 7th ക്വസ്റ്റ്യന്. ഓക്കെ, ഇതൊരു ഡെറിവേഷൻ ആണ്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇന്റേണൽ ഫീൽഡ് ഇൻ ലിക്വിഡ്സ് ആൻഡ് സോളിഡ്സ്. ഓക്കെ, ഇതില് ഈ ഒരു പോർഷനിൽ മെയിൻ ആയിട്ട് 2 ഡെറിവേഷൻസേ വരുന്നുള്ളൂ. അതിലെ ഒരു എന്താ പറയാ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ഇന്റേണൽ ഫീൽഡിന്റെ എന്തെന്ന് പറയുന്നത്, ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇത് കുറച്ച് ഒരുപാട് ലെങ്തി അല്ല, പക്ഷെ കുറച്ച് ലെങ്തി ആണ്. നിങ്ങൾ ഒരു 1-2 പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എക്സാമിന് ചെയ്യാൻ പറ്റും ട്ടോ. ഓക്കെ, എസ്എ പാർട്ടിലൊക്കെ മെയിൻ ആയിട്ട് ഡെറിവേഷൻ ആണ് വരുന്നെങ്കിൽ ഇത് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇന്റേണൽ ഫീൽഡ് ഇൻ ലിക്വിഡ്സ് ആൻഡ് സോളിഡ്സ്. എന്താണ് ഇന്റേണൽ ഫീൽഡ്? നമ്മളിപ്പോൾ ഡൈഇലക്ട്രിക് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതിന്റെ ഇന്റേണൽ ഫീൽഡിനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഇന്റേണൽ ഫീൽഡ്? ഓക്കെ, അപ്പൊ ഇന്റേണൽ ഫീൽഡ് എന്താണെന്ന് ഞാൻ ഫസ്റ്റ് പറയാം. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ 2 പാരലൽ പ്ലേറ്റ്സ്, അതിന്റെ ഇൻബിറ്റ്വീന് എന്തുണ്ടായി? ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ. ഓക്കെ, ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തത് E0, അകത്ത് ഇൻഡ്യൂസ് ആയത് E' അല്ലേ? അപ്പോ എഫക്റ്റീവ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എഫക്റ്റീവ് ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി E0 മൈനസ് E'. ഓക്കെ, എഫക്റ്റീവ് ഇലക്ട്രിക് ഫീൽഡ് E0 മൈനസ് E'. ഇത് മാക്രോസ്കോപ്പിക് ലെവലിലാണ് നമുക്ക് E = E0 മൈനസ് E' എന്ന് എഴുതാം. നമ്മൾ മാക്രോസ്കോപ്പിക് വിട്ടു, ആറ്റംസിന്റെയും മോളിക്യൂൾസിന്റെയും ഒക്കെ കാര്യത്തിലേക്ക് പോവാണെന്ന് വിചാരിക്കാം. അതായത് ഇപ്പൊ ഈ ഡൈഇലക്ട്രിക് മെറ്റീരിയലിലെ ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു മോളിക്യൂളിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും നമ്മൾ നോക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതായത് മൈക്രോസ്കോപ്പിക് ലെവലിലെ ഫീൽഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ട്ടാ, അല്ലെങ്കിൽ ഇന്റേണൽ ഫീൽഡ് എന്ന് പറയുന്നത്. ഇന്റേണൽ ഫീൽഡ്. ഓക്കെ, അത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡൈഇലക്ട്രിക് മെറ്റീരിയലിലെ ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ കൺസിഡർ ചെയ്താല് ആ ആറ്റത്തിന്റെയോ മോളിക്യൂളിന്റെയോ സെന്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് എന്തെന്ന് പറയുന്നത്? ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ദ ഇലക്ട്രിക് ഫീൽഡ് experienced at the center of atom or molecule. Okay, ഇതാണ് എന്ത്? ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ട്ടോ. അപ്പൊ ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡിന്റെ എന്താ ആലോചിച്ച് നോക്കുക? ഡെഫിനേഷൻ എല്ലാവരും ആലോചിച്ച് നോക്കുക. ഡെറിവേഷൻ എഴുതുമ്പോൾ ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡെഫിനേഷൻ ആദ്യം എഴുതുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മൾ മാക്രോസ്കോപ്പിക് ലെവലിലെ കാര്യമാണ് E = അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് മൈനസ് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ മൈക്രോസ്കോപ്പിക് ലെവലിലേക്ക് അല്ലെങ്കിൽ അറ്റോമിക് ലെവലിലേക്ക് വരുന്ന സമയത്ത് അത് ഇന്റേണൽ ഫീൽഡ് ആയിട്ടാണ് വരുന്നത്. അതിന്റെ എന്തെന്ന് പറയുന്നത്, ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തതും അവിടെ ഇൻഡ്യൂസ് ആയതും മാത്രമായിരിക്കില്ല വരിക. പിന്നെ എന്തൊക്കെയായിരിക്കും? ഒരു 4 ഇലക്ട്രിക് ഫീൽഡ്സിന്റെ സം ആയിട്ടാണ് ഈ ഒരു ഇന്റേണൽ ഫീൽഡ് വരിക. ആ ഒരു 4 ഇലക്ട്രിക് ഫീൽഡ് ഞാൻ E1, E2, E3 ആൻഡ് E4 എന്ന് എടുത്തു. ഓക്കെ, ഇതിൽ ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാവേ, ജസ്റ്റ് സിമ്പിൾ ആയിട്ട്. ഓക്കെ, അപ്പൊ നമ്മള് when a dielectric is placed in an external field and imaginary, അത് നമ്മൾ പറയണ്ട, ഫസ്റ്റ് ഞാൻ ഇത് പറയാവേ. എന്തൊക്കെയാണ് നമ്മൾ ഇപ്പൊ ഈ ഒരു മെറ്റീരിയൽ ട്ടാ, ഇത് ഞാനൊരു 2 നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 കണ്ടക്ടേഴ്സ് ആണ്. അതിന് ഇൻ ബിറ്റ്വീൻ ഞാനൊരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇവിടെ നേരത്തെ എന്താ പറഞ്ഞേ? E എന്ന് പറയുന്നത് 4 ഇലക്ട്രിക് ഫീൽഡ്സിന്റെ സം ആയിട്ടാണ് വരുന്നത്. E2 + E3 + E4. ഓക്കെ, അതില് E1 എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. ഓക്കെ, E2 എന്ന് പറയുന്നത് ഈ ഒരു നമ്മളെ പോളറൈസേഷൻ കാരണം ഇതിനകത്ത് ഇൻഡ്യൂസ് ആവുന്നതാണ് E2. ഓക്കെ, അപ്പൊ E1 ഈസ് ദ ഫീൽഡ് ഡ്യൂ ടു ചാർജസ് ഓഫ് ദ കപ്പാസിറ്റർ പ്ലേസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫീൽഡ്. E2 എന്ന് പറയുന്നത് ഫീൽഡ് ഡ്യൂ ടു പോളറൈസേഷൻ ഓഫ് ചാർജസ്. ഓക്കെ, ഇനി E3 എന്താന്ന് പറയാം. ഓക്കെ, ഞാൻ അതിന് വേണ്ടിയിട്ട് E3 എന്താന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഒരു എന്ത് ചെയ്തു? ഒരു ഇമാജിനറി സ്ഫിയർ അല്ല, സ്ഫെറിക്കൽ ക്യാവിറ്റി എന്ത് ചെയ്തു? കൺസിഡർ ചെയ്തു. ഈ സ്ഫെറിക്കൽ ക്യാവിറ്റിനെ പറയുന്ന പേരാണ് ലോറൻസ് സ്ഫിയർ. എന്താണ്?
ലോറന്റ് സ്ഫിയർ കേട്ടാ. അപ്പൊ ഫസ്റ്റ് ഞാനൊരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ എന്ത് ചെയ്തു, ഒരു ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തു. ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഡൈഇലക്ട്രിക് മെറ്റീരിയലിൽ ഒരു ഇമാജിനറി സ്ഫിയർ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇമാജിനറി സ്ഫിയർ കൺസിഡർ ചെയ്തു. ആ സ്ഫിയറിന്റെ പേരാണ് ലോറന്റ് സ്ഫിയർ എന്നാണ് നമ്മൾ ആ സ്ഫിയറിനെ വിളിക്കുന്നത്. സ്ഫിയറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് R ആയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടോ, റേഡിയസ് R ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ സ്ഫിയറിന്റെ കേസിലാണ് എന്ത് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിറൈവ് ചെയ്യുന്നത്, ഇന്റേണൽ ഫീൽഡ് ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ സ്ഫിയർ നമ്മൾ കൺസിഡർ ചെയ്താല് ഇവിടെ നോക്കിയേ, ഇവിടെ നെഗറ്റീവ് ചാർജസ്, പോസിറ്റീവ് ചാർജസ്, പോളറൈസേഷൻ ഒക്കെ ഉണ്ടായല്ലോ. ഇനി ഈ സ്ഫെറിക്കൽ ക്യാവിറ്റി കൺസിഡർ ചെയ്താല് ഇവിടെയുള്ള ഈ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ചാർജസ് കാരണം ഈ സ്ഫിയറിന്റെ സർഫേസിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് വരൂലേ? മനസ്സിലായോ? നോക്കിക്കോട്ടാ. ഓക്കെ ഓക്കെ, ലോറന്റ് സ്ഫിയർ. ഇനി ഇവിടെ നെഗറ്റീവ് ചാർജസ് ഇവിടെ വന്നു, ഇവിടെ പോസിറ്റീവ് ചാർജസ് വന്നു. നമ്മൾ ഈ ഒരു സ്ഫെറിക്കൽ ക്യാവിറ്റി എടുത്താൽ ഈ നെഗറ്റീവ് ചാർജസ് കാരണം ഇവിടെ പോസിറ്റീവ് ചാർജസും ഈ സ്ഫിയറിന്റെ സർഫേസിൽ പോസിറ്റീവ് ചാർജസും ഇപ്പുറത്തെ സൈഡിൽ നെഗറ്റീവ് ചാർജസും വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ഫെറിക്കൽ ക്യാവിറ്റിന്റെ സർഫേസിൽ ചാർജസ് അക്യുമുലേറ്റ് ചെയ്യണം കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിനെയാണ് നമ്മൾ E3 എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇമാജിനറി സർഫേസ് കൺസിഡർ ചെയ്താൽ ആ സർഫേസിന്റെ ഇമാജിനറി സ്ഫിയർ കൺസിഡർ ചെയ്താൽ ആ ഒരു സ്ഫിയറിന്റെ സർഫേസിൽ ഉണ്ടാവുന്ന ചാർജസ് കാരണം ഉണ്ടാവുന്ന ഫീൽഡാണ് എന്തെന്ന്, നമ്മുടെ E3, ഫീൽഡ് ഡ്യൂ ടു ബൗണ്ട് ചാർജസ് ഓൺ ദ സ്ഫെറിക്കൽ ക്യാവിറ്റി സർഫേസ്. അപ്പൊ E4 എന്തായിരിക്കും? ഇതുപോലെ തന്നെ ഇതിന്റെ അകത്ത് ചാർജസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുമല്ലോ, അത് കാരണം ഉണ്ടാവുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, E4 എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ E4 നമ്മൾ എന്തായിട്ടാണ് എടുക്കുന്നത്? E4 ഈക്വൽ ടു 0 ആട്ടാ. ബിക്കോസ് നമ്മൾ എടുക്കുന്ന സ്ഫെറിക്കൽ ക്യാവിറ്റി മോളിക്കുലർ ലെവലിലാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മൈക്രോസ്കോപ്പിക് ഒരു സ്ഫെറിക്കൽ ക്യാവിറ്റിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇന്ററാക്ഷൻസ് എന്തായിരിക്കും? ഷോർട്ട് റേഞ്ച് ഇന്ററാക്ഷൻസ് ആയിരിക്കും വരിക. അതുകൊണ്ട് തന്നെ E4 നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? 0 ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, പിന്നെ അതിന്റെ സിമെട്രി, ഒരു സ്ഫിയറിന്റെ സിമെട്രി ഒക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ E4 എന്ന് പറയുന്നത് 0 ആയിട്ട് എടുക്കുന്നത് കേട്ടോ. Okay, in highly symmetric dielectric material, short range dipole forces inside the cavity cancel out. That is E4 equal to 0. അപ്പോൾ നമ്മൾ ഈ ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E1 plus E2 plus E3 മാത്രമായിട്ട് മാറും. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ അല്ലേ? ഡെറിവേഷന്റെ ഫസ്റ്റ് പോർഷൻ ആണ്. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഇലക്ട്രിക് ഫീൽഡ് E1 അപ്ലൈ ചെയ്തു, ഒരു ഇലക്ട്രിക് ഫീൽഡ് E2 എന്ത് ചെയ്തു? അകത്ത് ഇൻഡ്യൂസ് ചെയ്തു. പിന്നെ അത് മാത്രം നമ്മൾ ഇന്റേണൽ ഫീൽഡ് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡ്സ് മാത്രം പോരാ, നമ്മൾ സ്ഫെറിക്കൽ ക്യാവിറ്റി കൺസിഡർ ചെയ്യുന്നു. സ്ഫെറിക്കൽ ക്യാവിറ്റിയുടെ സർഫേസിൽ ഉണ്ടാകുന്ന ചാർജസ് കാരണം E3 ഉണ്ട്, അകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് ചാർജസ് കാരണം E4 ഉണ്ട്. പക്ഷെ E4 നമ്മൾ 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഈ ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഈക്വൽ ടു E1 plus E2 plus E3. ഇനി നമുക്ക് ഈ E1ന്റെ E2ന്റെ സം എന്തായിരിക്കും വരിക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. E1 ഇങ്ങോട്ട്, ഓക്കെ, ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് നമുക്ക് -E2 എന്ന് എഴുതാവേ. ഞാനിവിടെ E2. ഓക്കെ, E1 - E2 അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് മൈനസ് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് എന്താ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് എഫക്റ്റീവ് ഇലക്ട്രിക് ഫീൽഡ്. മാക്രോസ്കോപ്പിക് ലെവലിലുള്ള എഫക്റ്റീവ് ഇലക്ട്രിക് ഫീൽഡ് ആണ് E1 - E2. അപ്പൊ ഞാൻ ഈ ഇക്വേഷനിൽ ജസ്റ്റ് ഒന്ന് ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു E1 plus E2നെ ഞാൻ E എന്ന് എഴുതിയിട്ടുണ്ട്, പ്ലസ് E3. ഇനി നമുക്ക് ഈ E3 മെഷർ ചെയ്താൽ ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡിന്റെ എന്ത് കിട്ടും? ഡെറിവേഷൻ കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത് പറഞ്ഞോട്ടെ. ഇനി E3 ആണ് നമുക്ക് മെഷർ ചെയ്യാനുള്ളത് കേട്ടാ. ഓക്കെ, E3 മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും നേരം നമ്മൾ എന്ത് ചെയ്തു? സ്ഫിയർ കൺസിഡർ ചെയ്തു അല്ലെ? ഇനി ഈ സ്ഫിയറിനെ ഞാൻ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, എന്തിനാണ്? നമ്മൾ ഇന്റേണൽ ഫീൽഡ് അല്ലെങ്കിൽ E3 മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് കിട്ടിയ ഒരു ഇന്റേണൽ സ്ഫിയർ ഉണ്ടല്ലോ, നമ്മൾ കൺസിഡർ ചെയ്ത സ്ഫെറിക്കൽ ക്യാവിറ്റി, സോളിഡ് സ്ഫിയർ അല്ല, സ്ഫെറിക്കൽ ക്യാവിറ്റിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ചെറിയ തിക്നെസ്സിൽ കട്ട് ചെയ്യാണ്. ഒന്ന് ആലോചിക്കുക, ഒരു സ്ഫിയർ, ഒരു സ്ഫെറിക്കൽ ക്യാവിറ്റി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒരു ചെറിയ തിക്നെസ്സിൽ കട്ട് ചെയ്താൽ ഇറ്റ് വിൽ ബി എ റിംഗ് ആയിട്ട് മാറും അല്ലേ? ഒരു റിംഗ് ആയിട്ടായിരിക്കും അത് വരിക. ജസ്റ്റ് ഇവിടെ നിന്ന് നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ട്. ഒരു സ്ഫെറിക്കൽ ക്യാവിറ്റിനെ കട്ട് ചെയ്താൽ ഇറ്റ് വിൽ ബി എ റിംഗ്. ആ റിങ്ങിന്റെ കാര്യത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞാനൊരു റിങ് കട്ട് ചെയ്തെടുത്തു. ഇതിപ്പോ ഈ റിങ്ങിന്റെ ഒരു സൈഡ് വ്യൂ ആയിട്ടാണ് ഈ ഒരു ഫിഗർ കേട്ടാ. ഈ ഒരു ഫിഗർ ആണ്, ഇതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ഫിഗർ വരുന്നെങ്കിൽ ഇതിന്റെ തിക്നെസ് ഞാൻ DS ആയിട്ട് എടുക്കുന്നു. ഓക്കെ,
ഇതിലുള്ള ചാർജസിനെ ഡി ക്യു ഡാഷ് എടുക്കുന്നു. ഓക്കെ, ഏരിയ എന്ന് പറയുന്നത് ഡി എ. ഓക്കെ, പോട്ടെ, ടോട്ടൽ ഏരിയ ഡി എ ആണ്. ഓക്കെ, പിന്നെ അതിന്റെ തിക്നെസ് ഡി എസ് ആണ്. ഇനി ഇതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ ആർ എന്ന് പറയുന്നത് സ്ഫിയറിന്റെ റേഡിയസ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ പറയുന്നത് ഈ ഒരു റിങ്ങിന്റെ റേഡിയസ് എന്ന് പറയുന്നത് വൈ ആണ്. ഇത് രണ്ടും കൂടെ കൺഫ്യൂഷൻ ആയി പോരുത്. നേരത്തെ ആർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എടുത്ത സ്ഫെറിക്കൽ ക്യാവിറ്റീന്റെ എന്തായിരുന്നു, റേഡിയസ് ആയിരുന്നു. വൈ എന്ന് പറയുന്നത് ഈ ഒരു റിങ്ങിന്റെ റേഡിയസ് ആണ്. ഓക്കെ, ഇനി ഇവിടെ ആംഗിൾ തീറ്റ ഉണ്ട്, ആംഗിൾ തീറ്റ. ഇനി ഈ തീറ്റ ഹിയർ ഓൾസോ ദ ആംഗിൾ വിൽ ബി തീറ്റ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ എടുത്ത സ്ഫിയറിന്റെ പോളറൈസേഷൻ എന്ന് പറയുന്നത് സ്ഫിയറിന്റെ സർഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരിക. നമുക്ക് സ്ഫിയറിന്റെ പോളറൈസേഷൻ അല്ല വേണ്ടത്, നമുക്ക് ഈ ഒരു ജസ്റ്റ് റിങ്ങിന്റെ പോളറൈസേഷൻ ആണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സ്ഫിയറിന്റെ ആ ഒരു പോളറൈസേഷന് രണ്ട് കമ്പോണൻസ് ആക്കാം. അതില് ഈ ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് അല്ലെങ്കിൽ പി എൻ കോസ് തീറ്റ, ഇതാണ് നമ്മളെ എന്തെന്ന് പറയുന്നത്, നമ്മളെ ഈ ഒരു റിങ്ങിന്റെ പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഞാൻ ഓരോന്നായിട്ട് പറയാവേ. ഫസ്റ്റ് നമ്മൾ കാണുന്നത്, നമ്മൾ റിങ് കൺസിഡർ ചെയ്തു എന്ന് പറഞ്ഞല്ലോ, റിങ്ങിന്റെ പോളറൈസേഷൻ ആണ് നമ്മൾ കാണുന്നത്. റിങ്ങിന്റെ പോളറൈസേഷൻ വിൽ ബി പി കോസ് തീറ്റ. ഓക്കെ, ഓർ പി എൻ കോസ് തീറ്റ എന്നോ എന്ത് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഓക്കെ, ഇനി പോളറൈസേഷന്റെ ഇക്വേഷൻ എന്തായിരുന്നു? പോളറൈസേഷൻ വാസ് സർഫേസ് ചാർജ് ഡെൻസിറ്റി അല്ലേ. അപ്പൊ ആ റിങ്ങിന്റെ സർഫേസിലുള്ള ചാർജ് എന്തായിരുന്നു? ഡി ക്യു ഡാഷ്. റിങ്ങിന്റെ ഏരിയ എന്ന് പറയുന്നത് ഡി എ. ഓക്കെ, അപ്പൊ നമുക്ക് ഡി ക്യു ഡാഷിന് ഇക്വേഷൻ ഉണ്ടാക്കാലോ. ഇറ്റ് ഈസ് പി കോസ് തീറ്റ ഡി എ. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഓർത്ത് വെക്കുക കേട്ടോ. ഇത് നമുക്ക് ഇനി യൂസ് ആക്കാവേ ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതുന്നതിന്. ഓക്കെ, അപ്പൊ ഡി ക്യു ഡാഷ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് എന്താ ചെയ്തേ, നമ്മൾ റിങ് കൺസിഡർ ചെയ്തു. റിങ്ങിന്റെ പോളറൈസേഷൻ എന്ന് പറയുന്നത് അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ്, ദാറ്റ് ഇസ് പി കോസ് തീറ്റ ആണ്. പി കോസ് തീറ്റ അല്ലെങ്കിൽ പോളറൈസേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? സർഫേസ് ചാർജ് ഡെൻസിറ്റി ഡി ക്യു ഡാഷ് ഡിവൈഡഡ് ബൈ ഡി എ. ഡി ക്യു ഡാഷ് എന്താ? പി കോസ് തീറ്റ ഡി എ. ഓക്കെ, ഓക്കെ, ഇനി ഞാനിവിടെ റിങ് കൺസിഡർ ചെയ്തല്ലോ. റിങ്ങിൽ ഡി ക്യു ചാർജസ് ഉണ്ട്. ഇനി ഈ ഡി ക്യു ചാർജസ് കാരണം ഈ ഒരു സെന്ററിൽ അല്ലെങ്കിൽ ഈ ഒരു ആർ ഡിസ്റ്റൻസിൽ എന്തുണ്ടാവും? ഒരു എന്ത് വരും? ഇലക്ട്രിക് ഫീൽഡ് ഇൻഡ്യൂസ് ആവില്ലേ? ആ ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ DE3 എന്ന് എടുത്തു. ഓക്കെ, DE3 ഇവിടെ തന്നെ എഴുതാവേ. DE3 അപ്പൊ എന്തായിരിക്കും? കൂളംസ് ലോ വെച്ചിട്ട് 1/4πε0 dq ഡാഷ് ഡിവൈഡഡ് ബൈ r സ്ക്വയർ. മനസ്സിലായോ? സിമ്പിൾ ട്ടാ, ഒന്നുമില്ല. നമ്മൾ ഈ ഒരു റിങ്ങിന്റെ സർഫേസിൽ ചാർജസ് ഉണ്ട്. ആ ചാർജസ് കാരണം ഈ നമ്മളെ സെൻട്രൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻഡ്യൂസ് ആവും. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് DE3 = 1/4πε0 dq ഡാഷ് ഡിവൈഡഡ് ബൈ r സ്ക്വയർ. ഓക്കെ, ഇനി ഇപ്പൊ DE3 = 1/4πε0 dq ഡാഷ് ഡിവൈഡഡ് ബൈ r സ്ക്വയർ. dq ഡാഷിന് നമ്മൾ നേരത്തെ എന്താ എഴുതിയേ? dq ഡാഷ് = ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇക്വേഷൻ 1. അപ്പൊ 1 നമുക്ക് ഇതിൽ ഇംപ്ലൈസ് ചെയ്താൽ എന്തായിരിക്കും? സോറി, DE3 = 1/4πε0 dq ഡാഷിന് നമുക്ക് എന്താ കിട്ടിയേ? p cos തീറ്റ dA ഡിവൈഡഡ് ബൈ r സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? എഴുതാലോ അല്ലെ? ഓക്കെ, ഇനി നമ്മൾ ഇപ്പൊ എടുത്തത് DE3 ആണ്. ഓക്കെ, ഇനി ഈ DE3നെ തന്നെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് മാറ്റാം. നമുക്ക് എല്ലാം ഒന്നും ആവശ്യമില്ല. നമ്മൾ ഈ E3 അല്ലെങ്കിൽ ഈ സർഫേസിന്റെ ഇതിലുള്ള ഇലക്ട്രിക് ഫീൽഡിനെ രണ്ട് കമ്പോണൻസ് ആക്കുന്നു. ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും EX EY എന്ന് എടുക്കാം. ഇതിന് നോക്കിയേ, ഈ ഒരു വെർട്ടിക്കൽ കമ്പോണൻസ് എന്താവും? ക്യാൻസൽ ഔട്ട് ആവും. ദാറ്റ് ഈസ് ഇത് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് എന്തായിരിക്കും? വെർട്ടിക്കൽ കമ്പോണൻസ് നമുക്ക് വരത്തില്ല. ഓൺലി ഹൊറിസോണ്ടൽ കമ്പോണൻസ് മാത്രമേ എന്താവുള്ളൂ? ഹൊറിസോണ്ടൽ കമ്പോണൻസ് മാത്രമേ ഇലക്ട്രിക് ഫീൽഡിന് എന്ത് ചെയ്യുള്ളൂ? കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ അല്ലെ? ഇലക്ട്രിക് ഫീൽഡിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓൺലി ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ സോറി ഹൊറിസോണ്ടൽ കമ്പോണൻസ് ആണ്, ദാറ്റ് ഈസ് EX. അപ്പൊ DE3 എന്ന് പറയുന്നത് ത്രൂ ഔട്ട് എന്ത് കാരണമായിരിക്കും വരുന്നത്?
ഇ എക്സ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ കമ്പോണൻസ് കാരണമാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു DE3 cos തീറ്റ എന്ന് എഴുതാം. ഓക്കെ, ഞാൻ ഇതായിരുന്നു DE3. ഈ DE3നെ ഞാൻ രണ്ട് കമ്പോണൻസ് ആക്കി, EX EY. EX എന്ന് പറയുന്നത് DE3 cos തീറ്റ. ഓക്കെ, DE3 എന്ന് പറയുന്നത് DE3 cos തീറ്റ. പിന്നെ വെർട്ടിക്കുലർ കമ്പോണൻസ് എന്താവും, വെർട്ടിക്കൽ കമ്പോണൻസ് എന്താവും, ക്യാൻസൽ ഔട്ട് ആയി. ഓക്കെ, ഇപ്പൊ DE3 അല്ലെങ്കിൽ നമ്മളെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് പ്യുവർലി ഡ്യൂ ടു ഹൊറിസോണ്ടൽ കമ്പോണൻസ്. അപ്പൊ നമുക്ക് DE3നെ എങ്ങനെ എഴുതാം? നമ്മൾ cos തീറ്റ ഇവിടെ ഈ ഒരു ഇക്വേഷൻ നമ്പർ 2, this is 3. So നമുക്ക് DE3 will be 1/4 pi epsilon 0 P cos square theta divided by R square. ഓക്കെ, ഇനി DN. ഇപ്പൊ ഇതായി DE3ന്റെ ഇക്വേഷൻ. ഇനി നമുക്ക് ഇവിടെ ഒരു കമ്പോണന്റ് കൂടെ നമുക്ക് കാണാനുണ്ട്. എന്താണ്? DA എന്താന്ന് കാണാനുണ്ട്. ഓക്കെ, DA എന്താന്ന് കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മള് നേരത്തെ ഇതായിരുന്നല്ലോ നമ്മുടെ റിങ്ങിന്റെ DS ആയിരുന്നു റിങ്ങിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. R ആയിരുന്നു ഇവിടുത്തെ സ്ഫിയറിന്റെ റേഡിയസ്. Y ആയിരുന്നു നമ്മളെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ റിങ്ങിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഇത് തീറ്റ. ഓക്കെ, അപ്പൊ DA എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏരിയ ഓഫ് ദ റിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സർക്കംഫറൻസ് ഓഫ് റിംഗ് ഇൻറ്റു തിക്നെസ് ആയിരിക്കും അല്ലെ. സർക്കംഫറൻസ് എന്താണ്? 2π ഇൻറ്റു റേഡിയസ്. റേഡിയസ് എന്താണ്? Y. ഇനി തിക്നെസ് എന്ന് പറയുമ്പോൾ DS. ഇനി നമുക്ക് ഈ വൈനെയും DS-നെയും സ്ഫിയറിന്റെ റേഡിയസിന്റെ ഇതിൽ എഴുതാവേ. ദാറ്റ് ഈസ് 2π. ഇത് ജസ്റ്റ് ഇട്ടാ, ഇത് സിമ്പിൾ ആണ്. ഇത് R, ഇത് തീറ്റ, ഇത് Y. അങ്ങനെയാണെങ്കിൽ Y എന്താ? വിച്ച് ഈസ് ഈക്വൽ ടു R sin തീറ്റ അല്ലേ? ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? 2π Y-നെ ഞാൻ എന്ത് എഴുതി? R sin തീറ്റ എന്ന് എഴുതി. ഓക്കെ, അത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇത് തീറ്റയാണ്, ഇത് R ആണ്, ഇത് Y ആണ്. അങ്ങനെയാണെങ്കിൽ Y എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ടു, അല്ലെങ്കിൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, സോ Y ഈക്വൽ ടു R സൈൻ തീറ്റ. അങ്ങനെയാണ് ഇത് വന്നേ. ഓക്കെ, ഞാൻ നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ഇനി DS എന്താന്ന് നമുക്ക് നോക്കണം. DS എന്ന് പറയുന്നത് ഈ ഒരു തിക്നെസ് ആണ് അല്ലെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഈ ഒരു സ്ഫിയറിന്റെ കാര്യത്തിലാണ്. സ്ഫിയറിന്റെ കാര്യത്തിൽ ഈ DS ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഒരു ആംഗിൾ തീറ്റയാന്ന് വിചാരിച്ചോ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റണേ. അതായത് നമ്മൾ ഈ ഒരു തിക്നെസ് എടുക്കുന്നു. ഈ തിക്നെസ് ഉണ്ടാക്കുന്ന ആംഗിള് തീറ്റയാണ്, റേഡിയസ് R. അപ്പൊ നമുക്കറിയാലോ ആർക്ക് ലെങ്ത് ഈക്വൽ ടു, അറിയില്ലേ, ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ഓക്കെ, അപ്പോ നമ്മുടെ DS ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എൻലാർജ് ചെയ്ത് വരയ്ക്കാവേ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ ലൈക്ക് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല അത്. ഞാൻ എന്നാലും നിങ്ങൾക്കൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതൊന്ന് എന്ത് ചെയ്യുന്നു, എൻലാർജ് ചെയ്ത് വരച്ചു തരാം. ഓക്കെ, ഇതായിരുന്നു നമ്മളെ എന്തെന്ന് പറയുന്നത്, നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള റിംഗ് ആണ് ഇത്. ഈ റിങ്ങിന്റെ തിക്നെസ് ആണ് DS. നമുക്ക് ഈ DS ആണ് കാണേണ്ടത്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഈ റിങ്ങിന്റെ തിക്നെസിന്റെ രണ്ട് പോർഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഒരു ലൈൻ വരച്ചിട്ട് അതിന്റെ ഇൻബിറ്റ്വീൻ ആയിട്ടുള്ള ആംഗിൾ d∠θ ആണ് നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, നമുക്ക് തിക്നെസ് ആണ് മെഷർ ചെയ്യേണ്ടത്. തിക്നെസ് എന്ന് പറയുന്നത് ഈ തിക്നെസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇത്രയും തിക്നെസ് ആണ് എടുക്കുന്നത്. ഇത് ഞാൻ DS ആണെന്ന് എടുത്തു. ഓക്കെ, ഇതിന്റെ ഈ തിക്നെസ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് d∠θ, റേഡിയസ് R. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാവുന്നതാണ് ആംഗിൾ എന്ന് പറയുന്നത് ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് അല്ലേ. ഇവിടെ ആംഗിൾ എന്ന് പറയുന്നത് എന്താ? d∠θ. ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? DS ഡിവൈഡഡ് ബൈ റേഡിയസ് എന്താണ്? R. സോ DS വിൽ ബി ഈക്വൽ ടു R d∠θ അല്ലെങ്കിൽ d∠θ R. മനസ്സിലായോ മക്കളെ? മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
ഓക്കെ, അപ്പൊ ഡി എസ് ഈക്വൽ ടു ആർ ഡി തീറ്റ. ഓക്കെ, ഞാൻ കൺഫ്യൂഷൻ ഉള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഞാൻ 2π ഡി എസിന് പകരം എന്ത് എഴുതാം, എനിക്ക് ആർ ഡി തീറ്റ എന്ന് എഴുതി. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ഡി എ വിൽ ബി ഈക്വൽ ടു 2π ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി DE3 ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. 1/4π എപ്സിലോൺ 0 പി കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഡി ന്റെ പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 2π ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഇനി ഇതിൽ ആർ സ്ക്വയർസ് കട്ടായി പോവും, പൈ കട്ടായി പോവും. 2 and 4 വിൽ ബി 2. ലാസ്റ്റ് എന്തായിരിക്കും, DE3 വിൽ ബി ഈക്വൽ ടു 1/2 എപ്സിലോൺ 0 പി കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ ഡി തീറ്റ. ഓക്കെ, ഇക്വേഷൻ നമ്പർ 4. മനസ്സിലായോ എല്ലാവർക്കും എങ്ങനെയാ വന്നേന്നുള്ള കാര്യങ്ങള്? മനസ്സിലായോ? ഓക്കെ, അപ്പോ അടുത്ത എടുക്കാവേ. ഓക്കെ, അടുത്തത് നമ്മൾക്കിപ്പോ DE3 ഈക്വൽ ടു 1/4π എപ്സിലോൺ 0 പി കോസ് സ്ക്വയർ 1/2π അല്ലേ, DE3 ഈക്വൽ ടു 1/2 എപ്സിലോൺ 0 പി കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ ഡി തീറ്റ എന്ന് കിട്ടി. ഓക്കെ, ഇത് ആ ഒരു പെർട്ടിക്കുലർ റിങ്ങിന്റെ എന്താണ്, റിങ്ങിന്റെ കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ്. നമുക്ക് എന്താണ് വേണ്ടത്, ടോട്ടൽ E3 ആണ്. സോ ഇറ്റ് വിൽ ബി DE3. എന്തായിരിക്കും ലിമിറ്റ് വരിക, 0 to π. ഓക്കെ, കാരണം നമ്മൾ സ്ഫിയർ ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ദ ലിമിറ്റ് വിൽ ബി ഫ്രം 0 to π. ഓക്കെ, DE3. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 0 to π 1/2 എപ്സിലോൺ 0 പി കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ ഡി തീറ്റ. ഓക്കെ, p/2 എപ്സിലോൺ 0 കോൺസ്റ്റന്റ് ആണ്. 0 to 2π കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ ഡി തീറ്റ. ഓക്കെ, ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്, ഇത്രയും പോർഷന്റെ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2/3. ഓക്കെ, ഇതൊക്കെ നമ്മൾ ട്രിഗണോമെട്രിക് വരുന്ന സംഭവങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇത് എക്സ് ഈക്വൽ ടു കോസ് തീറ്റ എന്ന് കൺസിഡർ ചെയ്തിട്ടാണ് നമുക്ക് 2/3 എന്നുള്ള വാല്യൂ കിട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്തു നോക്കാം, പക്ഷെ ആൻസർ ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂ വരുന്നത് 2/3 ആണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് വരും, 2/2 എപ്സിലോൺ 0 into 2/3 will be p/3 എപ്സിലോൺ 0. അപ്പൊ E3 യുടെ വാല്യൂ കിട്ടി, ദാറ്റ് ഈസ് p/3 എപ്സിലോൺ 0. അപ്പൊ നമ്മളൊക്കെ എന്തായിരുന്നു, നമ്മൾ ഫസ്റ്റ് എവിടെന്നാ സ്റ്റാർട്ട് ചെയ്തേ, ഈ ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു എഫക്റ്റീവ് ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് E3 അല്ലായിരുന്നു നമ്മൾ ചെയ്തേ. സോ ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഈക്വൽ ടു E പ്ലസ് p/3 എപ്സിലോൺ 0. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഒരു പ്രോബ്ലം തന്നു. നമുക്ക് പോളറൈസേഷൻ തന്നിട്ടുണ്ട്, നമുക്ക് എഫക്റ്റീവ് ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുകൂടെ എന്താണ് ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന്? കാണാം, സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത് കുറച്ച് അങ്ങനെ ഭയങ്കര ലെങ്തി ഡെറിവേഷൻ അല്ല, പക്ഷെ നമ്മൾ ഒരു 1-2 പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഡെറിവേഷൻ ആണ് ഇതിട്ട്. ആരും ലൈക്ക് ഇത്രയും ലെങ്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും സ്കിപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്ത് നോക്കാതിരിക്കാനോ പോകരുത്. അത്രയും ഭയങ്കര സിമ്പിൾ ആണ്. ജസ്റ്റ് കുറച്ച് ലോജിക്ക് യൂസ് ചെയ്ത് ചെയ്യാവുന്ന കാര്യങ്ങളെ ഇതിൽ പറയുന്നുള്ളൂ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയോ? ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്, ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാതെ. നമ്മൾ ഫസ്റ്റ് ഇന്റേണൽ ഫീൽഡ് ആണ് നോക്കുന്നത്. ഇന്റേണൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിക് ലെവലിലെ ഫീൽഡ് ആണ് ഇന്റേണൽ ഫീൽഡ്. ഒരു ആറ്റത്തിനോ അല്ലെങ്കിൽ മോളിക്യൂളിലോ സെന്ററിൽ എഫക്റ്റ് ആവുന്ന ഇലക്ട്രിക് ഫീൽഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇന്റേണൽ ഫീൽഡ് എന്ന് പറയുന്നത്. അത് 4 ഫീൽഡ്സിന്റെ സം ആയിട്ടാണ് വരുന്നത്, E1, E2, E3 ആൻഡ് E4. E1 എന്ന് പറയുന്നത് അപ്ലൈ ചെയ്ത ഫീൽഡ് ആണ്. E2 എന്ന് പറയുന്നത് അതിന്റെ
ഇൻഡ്യൂസ് ആയ ഇലക്ട്രിക് ഫീൽഡിന്റെ അകത്ത് ഡൈഇലക്ട്രിക് മെറ്റീരിയലിന്റെ അകത്ത് ഇൻഡ്യൂസ് ആയ ഇലക്ട്രിക് ഫീൽഡ് ആണ് E3 എന്ന് പറയുന്നത്. നമ്മളൊരു ഒരു സ്ഫെറിക്കൽ ഇമാജിനറി സ്ഫെറിക്കൽ ക്യാവിറ്റി കൺസിഡർ ചെയ്യുന്നു, അതിന്റെ സർഫേസിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ്. പിന്നെ E4 എന്ന് പറയുന്നത് 0 ആണ് നമ്മൾ കൺസിഡർ ചെയ്തു. പിന്നെ അത് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. E1 E2 സമ്മിനെ നമ്മൾ എഫക്റ്റീവ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് എടുത്തു. പിന്നെ നമ്മൾ E3 എന്താണെന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ആ ഒരു റിങ് കൺസിഡർ ചെയ്തു, റിങ്ങിന്റെ പോളറൈസേഷൻ നോക്കി, അതിൽ നിന്ന് DQ കൺസിഡർ ചെയ്തു. ഓക്കെ, DQ കൺസിഡർ ചെയ്തു. അവിടുന്ന് പിന്നെ നമ്മൾക്ക് ഈ ഒരു റിങ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് D3 ആണെന്ന് എടുത്തു. ഓക്കെ, അവിടുന്ന് പിന്നെ D3ക്ക് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിലെ ഓരോ കാര്യങ്ങളായിട്ട്, അതായത് DA എന്താണെന്ന് നമ്മൾ നോക്കി, DAന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, പിന്നെ D3നെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് E3 ഫൈൻഡ് ചെയ്തു, ദാറ്റ് ഈസ് P/3ε0. അപ്പൊ നമ്മൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇന്റേണൽ ഫീൽഡ് ഈക്വൽ ടു E + P/3ε0. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഇതൊക്കെ ഞാൻ ഫിഗറിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മളെ ലാസ്റ്റ് ഇക്വേഷൻ ഇതാണ് വരുന്നത്. ഈ ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു P/3ε0. ക്ലിയർ? ക്ലിയർ ആണോ? എല്ലാവരും ചെയ്തു നോക്കട്ടോ. ഈ ഡെറിവേഷൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഡെറിവേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ എസ് എ പോർഷനിലൊക്കെ ഇത് വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിറൈവ് ക്ലോഷ്യസ്-മൊസോട്ടി റിലേഷൻ. ഞാൻ പറഞ്ഞല്ലോ, 2 ഡെറിവേഷൻ ആണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് നമ്മുടെ ഇന്റേണൽ ഫീൽഡിന്റെ ഡെറിവേഷൻ, രണ്ടാമത് പറയുന്നത് ക്ലോഷ്യസ്-മൊസോട്ടി റിലേഷൻ. ക്ലോഷ്യസ്-മൊസോട്ടി അത്യാവശ്യം എന്താ പറയാ, ഭയങ്കര ടഫ് ഒന്നുമല്ല, കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ ആണ് ക്ലോഷ്യസ്-മൊസോട്ടിയുടെ റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ ക്ലോഷ്യസ്-മൊസോട്ടി നമ്മൾ പറയുമ്പോൾ ഡിറൈവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എഴുതാവേ. എന്താന്ന് വെച്ചാൽ ഈ ക്ലോഷ്യസ്-മൊസോട്ടി നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് സെർട്ടൻ അസംഷൻസ് വെച്ചിട്ടാണ്. ഓക്കെ, കുറച്ച് അസംഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലോഷ്യസ്-മൊസോട്ടി റിലേഷനെ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഒരു 4 അസംഷൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ഫസ്റ്റത്തെ അസംഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു ഡെറിവേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സോളിഡ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ള വിത്ത് ഹാവ് ക്യൂബിക് സ്ട്രക്ചർ. ഓക്കെ, ക്യൂബിക് സ്ട്രക്ചർ ഉള്ള സോളിഡ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ സോളിഡ് ഡൈഇലക്ട്രിക്സിന്റെ കാര്യത്തിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ ഒരു ഡെറിവേഷൻ നമുക്ക് അസ്യൂം അല്ലെങ്കിൽ ഡിറൈവ് ചെയ്യാൻ പറ്റുന്നത്. എലമെന്റൽ സോളിഡ്സ് ആവേ ക്യൂബിക് സ്ട്രക്ചർ. രണ്ടാമത്തത് പറയുന്നത് സർട്ടൻ അസംഷൻസ് ഉണ്ട്. നമുക്ക് അസംഷൻസ് നമ്മൾ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് എലമെന്റൽ സോളിഡ്സിലാണ് ഇത് എന്ത് ചെയ്യാൻ പറ്റുക, എലമെന്റൽ സോളിഡ്സിലാണ് നമുക്ക് ഇത് ഡിറൈവ് ചെയ്യാൻ പറ്റുക, ഹാവിങ് ക്യൂബിക് സ്ട്രക്ചർ. ക്യൂബിക് സ്ട്രക്ചർ അല്ലെങ്കിൽ ക്യൂബിക് ക്രിസ്റ്റൽസിന്റെ കാര്യത്തിലാണ് നമുക്ക് ഈ ഒരു ക്ലോഷ്യസ്-മൊസോട്ടി റിലേഷൻ കൺസിഡർ ചെയ്യാൻ പറ്റുക. രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോളറൈസബിലിറ്റിയും അതേപോലെ തന്നെ അറേഞ്ച്മെന്റ് ഓഫ് മോളിക്യൂൾസും എന്തായിരിക്കണം, ഐസോട്രോപിക് ആയിരിക്കണം. ഓക്കെ, പിന്നെ ഒരു അസംഷൻ എന്ന് പറയുന്നത് പോളറൈസേഷൻ എന്തായിരിക്കണം, പോളറൈസേഷൻ ബൈ ഇലാസ്റ്റിക് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇലാസ്റ്റിക് ഡിസ്പ്ലേസ്മെന്റ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഷോർട്ട് റേഞ്ച് ഇന്ററാക്ഷൻസ് എന്തായിരിക്കണം, ആബ്സെന്റ് ആയിരിക്കണം. ഷോർട്ട് റേഞ്ച് ഇന്ററാക്ഷൻസ് ആബ്സെന്റ് ആയിരിക്കണം. ഓക്കെ, ഈ 4 അസംഷൻസ് ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഈ 4 അസംഷൻസ് ഉള്ള ഒരു കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു 4 അസംഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലോഷ്യസ്-മൊസോട്ടി റിലേഷൻ ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, 4 അസംഷൻസിലെ ഫസ്റ്റ് വൺ എന്തായിരുന്നു, നമ്മൾ ഈ ഒരു ഡിറൈവ് ചെയ്യുന്നത് എന്ത് കൺസിഡർ ചെയ്തിട്ടാണ്, എലമെന്റൽ സോളിഡ് ഹാവിങ് ക്യൂബിക് സ്ട്രക്ചർ. രണ്ടാമത് പോളറൈസബിലിറ്റിയും അതേപോലെ അറേഞ്ച്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഓർ ആറ്റംസ് എന്തായിരിക്കണം, ഐസോട്രോപിക് ആയിരിക്കണം. മൂന്നാമത്തേത് എന്ന് പറയുന്നത് പോളറൈസേഷൻ ഈസ് പ്യൂർലി ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിസ്പ്ലേസ്മെന്റ്. ആൻഡ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഷോർട്ട് റേഞ്ച് ഇന്ററാക്ഷൻസ് ആബ്സെന്റ് ആയിരിക്കണം. ഇതാണ് ക്ലോഷ്യസ്-മൊസോട്ടി റിലേഷന് നമ്മൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന അസംഷൻസ്. ഇനി നമുക്ക് ക്ലോഷ്യസ്-മൊസോട്ടി റിലേഷൻ ഡിറൈവ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നു, അതിനു വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് പോളറൈസേഷൻ അറിയാലോ. ഈ പോളറൈസേഷൻ എന്ന് പറയുന്നത് ഇന്റേണൽ ഫീൽഡിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, നമ്മളിപ്പോ ഇത് ഒരു എന്താ പറയാ ഒരു ആറ്റത്തിന്റെ കേസിലാണ് എടുക്കുന്നത്. നമ്മൾ there are n number of atom ഉണ്ടെങ്കിൽ പോളറൈസേഷൻ വിൽ ബി n into
ഇന്റേണൽ ഫീൽഡ്. സോ നമ്മൾ ഈ ലൈക്ക് ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ കളയാൻ വേണ്ടിയിട്ട് ദർ ഈസ് എ പാരാമീറ്റർ കോൾഡ് ആൽഫ ഈക്വൽ ടു ആൽഫ എൻ ഇന്റേണൽ ഫീൽഡ്. ഈ ആൽഫേനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ആൽഫ ഈസ് കോൾഡ് ആസ് മോളിക്യുലാർ പോളറൈസബിലിറ്റി. എന്താണ്? മോളിക്യുലാർ പോളറൈസബിലിറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് പോളറൈസേഷൻ ഈക്വൽ ടു ആൽഫ എൻ ഇൻറ്റു ഇന്റേണൽ ഫീൽഡ്. ഓക്കെ, ഇനി നമുക്ക് എന്തായിരുന്നു നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം ഒക്കെ ചെയ്തു വരണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പോളറൈസേഷൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്തായിരുന്നു? എപ്സിലോൺ 0 എപ്സിലോൺ ആർ മൈനസ് 1 ഇൻറ്റു ഇ, അല്ലെങ്കിൽ കെ എന്ന് എഴുതാവേ. എപ്സിലോൺ ആറിന് പകരം നമുക്ക് കെ യൂസ് ചെയ്യാം. നമ്മളിവിടെ എപ്സിലോൺ ആർ യൂസ് ചെയ്യുന്നു. അതെ, നമ്മൾ നേരത്തെ കണ്ടല്ലോ ഇന്റേണൽ ഫീൽഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? എഫക്റ്റീവ് ഇന്റേണൽ ഫീൽഡ് പ്ലസ് പി ബൈ 3 എപ്സിലോൺ 0 അല്ലേ? ഓക്കെ, ഇനി ഈ രണ്ട് ക്വാണ്ടിറ്റീസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇത് കുറച്ച് സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്താം? പിന്റെ പകരം എപ്സിലോൺ 0 എപ്സിലോൺ ആർ മൈനസ് 1 ഇൻറ്റു ഇ ഈക്വൽ ടു ആൽഫ എൻ. ഇന്റേണൽ ഫീൽഡിന് പകരം ഞാൻ എന്ത് ചെയ്തു? ഇ പ്ലസ് 3 ബൈ എപ്സിലോൺ 0. ഓക്കെ, ഇവിടെ ഒരു പി വന്നിട്ടില്ലേ? സോ എപ്സിലോൺ ആർ മൈനസ് 1 ഇൻറ്റു ഇ ആൽഫ എൻ ഇ പ്ലസ് പിന്റെ പകരം ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു? എപ്സിലോൺ 0 എപ്സിലോൺ ആർ മൈനസ് 1 ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ 3 എപ്സിലോൺ 0 എന്ന് എഴുതി. ഓക്കെ, ഇനി ഈ ലൈക്ക് നോക്കിയ കോമൺ ആയിട്ട് ഇ ഉണ്ടല്ലോ. സോ ഇ കട്ട് ചെയ്ത് പോവാം. ഓക്കെ, എപ്സിലോൺ ആർ മൈനസ് 1 ഇൻറ്റു ഇ ആൽഫ എൻ. ഇനെ ഞാൻ കോമൺ ആയിട്ട് എടുത്തുന്നേ ഉള്ളൂ കേട്ടാ. 1 പ്ലസ് എപ്സിലോൺ 0 എപ്സിലോൺ ആർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 3 എപ്സിലോൺ 0. രണ്ട് ഭാഗത്ത് ഇ കട്ടായി പോവല്ലോ. രണ്ട് ഭാഗത്തും ഇ ഉള്ളതുകൊണ്ട് ഇ കട്ടായി പോകും. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം? എപ്സിലോൺ 0 എപ്സിലോൺ ആർ മൈനസ് 1 വിൽ ബി ഈക്വൽ ടു ആൽഫ എൻ. ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു കേട്ടോ. സോ ഇറ്റ് വിൽ ബി 3 എപ്സിലോൺ 0 പ്ലസ് എപ്സിലോൺ 0 എപ്സിലോൺ ആർ മൈനസ് എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ 3 എപ്സിലോൺ 0. ഓക്കെ, ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ഒരു പോർഷൻ വന്നത് ഇതിനെ ഞാൻ എന്ത് ചെയ്തതാണ്? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താണ് കേട്ടോ. ഇതെങ്ങനെയാ വന്നത് കൺഫ്യൂഷൻ ആയി പോകരുത്. ജസ്റ്റ് ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ആയതാണ്. ഇതൊന്നും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും പോർഷൻ വരെ കിട്ടി. എന്താ ലാസ്റ്റ് കിട്ടിയത്? എപ്സിലോൺ 0 എപ്സിലോൺ ആർ മൈനസ് 1 ഈക്വൽ ടു ആൽഫ എൻ ഇൻറ്റു 3 എപ്സിലോൺ 0 പ്ലസ് എപ്സിലോൺ 0 എപ്സിലോൺ ആർ നമുക്ക് കിട്ടി. ഇനി നോക്കിയേ, ഇവിടെ ഉള്ള ഈ 3 എപ്സിലോൺ 0യും എപ്സിലോൺ 0യും മൈനസ് ചെയ്യാലോ. സോ ഇറ്റ് വിൽ ബി എന്തായിട്ട് മാറും? 2 എപ്സിലോൺ 0 പ്ലസ് എപ്സിലോൺ 0 എപ്സിലോൺ ആർ മൈനസ് 3 എപ്സിലോൺ 0. എപ്സിലോൺ 0 എല്ലാത്തിലും ഉള്ളതുകൊണ്ട് കട്ട് ചെയ്ത് പോകും അല്ലേ? ഓക്കെ, അപ്പൊ ലാസ്റ്റ് എന്തായിട്ട് വരും? ലാസ്റ്റ് വരുന്നത് എപ്സിലോൺ 0 എപ്സിലോൺ ആർ മൈനസ് 1 will be equal to n alpha 2 plus എപ്സിലോൺ ആർ ഡിവൈഡഡ് ബൈ 3 എന്ന് വരും അല്ലേ? ഇനി ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നതാണ് ചെയ്യുന്നത്. ഓക്കെ, ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ എപ്സിലോൺ ആറിന്റെ ടേം അല്ല ഒരു സൈഡിലേക്ക് കൊണ്ടുവരാവേ. എപ്സിലോൺ ആർ മൈനസ് 1 എപ്സിലോൺ ആർ പ്ലസ് 2 വിൽ ബി ഈക്വൽ ടു n ആൽഫ ഡിവൈഡഡ് ബൈ 3 എപ്സിലോൺ 0. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ഒരു ടേമിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു, ഈ ഒരു ടേമിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു. ഇത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടാ. ഓക്കെ, ഭയങ്കര സിമ്പിൾ ആണ് ഇതെല്ലാം. ഇതാണ് നമ്മുടെ എന്ത്? ക്ലോഷ്യസ്-മൊസോട്ടി റിലേഷൻ. ഇതാണ് എന്ത്? ക്ലോഷ്യസ്-മൊസോട്ടി റിലേഷൻ കേട്ടാ. ക്ലോഷ്യസ്-മൊസോട്ടി. ഓക്കെ, സിമ്പിൾ, ഭയങ്കര സിമ്പിൾ. ജസ്റ്റ് പി ഈക്വൽ ടു ആൽഫ എൻ ഇ ഇൻറ്റു ഇ ഇൻറ്റു. ഓക്കെ, ദെൻ അതിന് നമ്മൾ എന്ത് ചെയ്തു? പിക്കും ഈ ഇന്റേണൽ ഫീൽഡിനും നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ജസ്റ്റ് ആ ഒരു ഇക്വേഷൻ എന്ത് ചെയ്തു? സോൾവ് ചെയ്തു. അതാണ് എപ്സിലോൺ ആർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആർ പ്ലസ് 2 ഈക്വൽ ടു n ആൽഫ ഡിവൈഡഡ് ബൈ 3 എപ്സിലോൺ 0. ഇതാണ് നമ്മുടെ
ക്ലോഷ്യസ്-മൊസോട്ടി റിലേഷൻ. ഓക്കെ, 4 അസംഷൻസ് ഫസ്റ്റ് പറയാം. നിങ്ങൾ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നല്ലത് ഈ ഒരു ക്ലോഷ്യസ്-മൊസോട്ടി റിലേഷൻ ഈ 4 അസംഷൻസ് ബേസ് ചെയ്തിട്ടാണ് ഡിറൈവ് ചെയ്യുന്നതെന്ന് പറയാം, പിന്നെ ഡിറൈവ് ചെയ്യാം. ഓക്കെ, സിമ്പിൾ അല്ലേ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ ആർക്കും? ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഒരു നമുക്ക് 9th ക്വസ്റ്റ്യനിലേക്ക് പോവാം. 9th ക്വസ്റ്റ്യൻ പറയുന്നത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്, ഡൈഇലക്ട്രിക് ലോസസ് ആൻഡ് ഡൈഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ. ഒരു 3 ടേംസ്, ഡൈഇലക്ട്രിക് മെറ്റീരിയൽസിന്റെ ഒരു 3 ടേംസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 3 ടേംസിന്റെ ഷോർട്ട് നോട്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞല്ലോ, ഓർക്കുന്നുണ്ടോ എല്ലാരും? ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്തായിരുന്നു? നമുക്ക് എപ്സിലോൺ, അതിനെ കെ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എപ്സിലോൺ ആർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നും പറയാം. ഇതെന്തായിരുന്നു? റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ടു പെർമിറ്റിവിറ്റി ഓഫ് ദ ഫ്രീ സ്പേസ്. ഇതാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്? ഡൈഇലക്ട്രിക് മെറ്റീരിയലിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അതെന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു സ്റ്റോർ ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യാനുള്ള ഒരു മെറ്റീരിയലിന്റെ എബിലിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എപ്സിലോൺ ആർ അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വാല്യൂ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? കൂടുതൽ ഇലക്ട്രിക് ഫീൽഡ് സ്റ്റോർ ചെയ്യും. സോ പോളറൈസേഷൻ വിൽ ബി ഹൈ. അപ്പോൾ എന്താ പറഞ്ഞ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വാല്യൂ കൂടുതലാണെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഹൈ, സോ പോളറൈസേഷൻ വിൽ ബി ഓൾസോ ഹൈ. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ വേറെ ടേംസിലും ഡിറൈവ് ചെയ്യാതെ, ദാറ്റ് ഈസ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വേണമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് ഇലക്ട്രിക് ഫീൽഡ്, ഇങ്ങനെ എഫക്റ്റീവ് ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡഡ് ബൈ അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം, അല്ലെങ്കിൽ എഫക്റ്റീവ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ അപ്ലൈ വോൾട്ടേജ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇതാണ്. നിങ്ങൾ ഇതുകൂടെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഇനി അടുത്തത് ഡൈഇലക്ട്രിക് ലോസസ് ആണ് പറയുന്നത്. ഡൈഇലക്ട്രിക് ലോസസ് എന്ന് പറയുന്നത് പേര് പറയുന്ന പോലെ തന്നെയാണ്, ഒരു ലോസ് ആണ്. എന്ത് ലോസ്? എനർജി ലോസ്. എനർജി ലോസ് ഓഫ് ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഇൻ ഫോം ഓഫ് ഹീറ്റ്. ഓക്കെ, എനർജി ലോസ് ആസ് ഹീറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡൈഇലക്ട്രിക് ലോസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ ഒരു ലോസ് ഉണ്ടാവുന്നത്? ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് പറയാം. മെയിൻ ആയിട്ട് ലോസ് ഉണ്ടാവുന്നത് എല്ലാ കേസസിലും അല്ല, നമ്മളൊരു എ സി വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് വിചാരിച്ചോ. ഓക്കെ, നമ്മൾ എ സി വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്യുന്നത് ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ, അതിലേക്ക് നമ്മൾ ഒരു എ സി വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. ഈ എ സി വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എ സി വോൾട്ടേജ് ആണ് സ്റ്റേറ്റ്സ് ചേഞ്ച് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഇപ്പോ ഫസ്റ്റത്തെ കേസ്, അതായത് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ കേസസ് എടുത്ത് കാണിക്കാവേ. ഈ ഒരു കേസസിലാണ് ഈ ഒരു കേസ്, അതായത് എ സി 0 ആയിരിക്കുന്ന സമയത്ത് നമ്മളൊരു മോളിക്യൂൾ എടുത്ത് ഒരു ആറ്റം എടുത്താൽ അതിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് എന്തായിരിക്കും? നോർമൽ സ്റ്റേറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ? ഇനി ഇത് പ്ലസ് ഹയസ്റ്റ് അല്ലെങ്കിൽ പ്ലസ് പോസിറ്റീവ് സൈക്കിളിലായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പോസിറ്റീവ് ഫേസിലായിരിക്കുന്ന സമയത്ത് ഇതെന്താവും? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണെന്ന് വിചാരിച്ചു. ഓക്കെ, സോ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ചാർജസ് എന്ത് ചെയ്യും? ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യും? പോളറൈസ് ചെയ്യും അല്ലെ? അഗെയിൻ ഇതെന്താകും? 0 ആവും. അപ്പൊ ഇത് നോർമൽ സ്റ്റേറ്റിലേക്ക് തന്നെ വരും. ഇവിടെ ഈക്വൽ ടു 0, ഈക്വൽ ടു പോസിറ്റീവ്. ഇവിടെ അഗെയിൻ എന്തായി? ഇത് 0 ആയി. അപ്പൊ വീണ്ടും ഇത് നോർമൽ സ്റ്റേറ്റിലേക്ക് തന്നെ വരും. പിന്നെ എന്താവും? പിന്നെ ഇത് ഫസ്റ്റ് വൺ, ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്. ഞാൻ ഈ ഒരു നെഗറ്റീവിലായിരിക്കുന്ന സമയത്ത് ഫോർത്ത് ഇരിക്കുന്ന സമയത്ത് എന്താവും? ഇലക്ട്രിക് ഫീൽഡ് നെഗറ്റീവ് ഡയറക്ഷനിലല്ലേ വരിക, അതായത് ഓപ്പോസിറ്റ് ആയിട്ട് വരും. അപ്പൊ പോളറൈസേഷന്റെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യില്ലേ? ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇവിടെ നെഗറ്റീവ് വരും, ഇവിടെ പോസിറ്റീവ് വരും. മനസ്സിലായോ എല്ലാവർക്കും? ഇത് വരച്ചത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ വരച്ച് കാണിച്ചു തരാവേ. ജസ്റ്റ് നമ്മളൊരു ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയലിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ഓക്കെ, നിങ്ങൾക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. ഞാനൊരു ഡൈഇലക്ട്രിക് മെറ്റീരിയലിലേക്ക് ഒരു എ സി വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സമയത്ത് എന്തായിരിക്കും? പ്ലസ് മൈനസ് ചാർജസ് ഇങ്ങനെ ഈ നോർമൽ സ്റ്റേറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ പോസിറ്റീവ് ആയിരിക്കുന്ന സമയത്ത് എന്താവും? ഇറ്റ് വിൽ ബി പോളറൈസ്ഡ് ലൈക്ക് ദിസ്. ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ഡയറക്ഷനിലാണെങ്കിൽ. ഓക്കെ, ഇനി
വീണ്ടും അതെന്താവും, നോർമൽ സ്റ്റേറ്റിലേക്ക് തന്നെ വരും. പിന്നെ നെഗറ്റീവ് ആയിരിക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ഓപ്പോസിറ്റ്. ഇനി ഇങ്ങനെ എ സി വോൾട്ടേജ് ഒരു ഹൈ ഫ്രീക്വൻസി എ സി വോൾട്ടേജ് ഒക്കെ ആണെന്ന് വിചാരിച്ചു നോക്കിയേ. അപ്പൊ ഈ ഒരു ഫ്രീക്വൻസി കൂടുതലായിരിക്കും, ദാറ്റ് ഈസ് ഒരുപാട് സൈക്കിൾസ് ഉണ്ടായിരിക്കും, ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. അത് കാരണമാണ് ഹീറ്റിന്റെ ലോസ് വരുന്നത് കേട്ടോ. അപ്പോ എനർജി ലോസ് ആസ് ഹീറ്റ് ഡ്യൂ ടു ലാഗ് ഓഫ് പോളറൈസേഷൻ അണ്ടർ ആൻ ഇലക്ട്രിക് ആൻഡ് ആൾട്ടർനേറ്റിംഗ് ഫീൽഡ്. ആൾട്ടർനേറ്റിംഗ് ഫീൽഡ് എന്നുള്ള കാര്യം ഇമ്പോർട്ടന്റ് ആണ്. എനർജി ലോസ് ആസ് ഹീറ്റ് ഡ്യൂ ടു ലാഗ് ഓഫ് പോളറൈസേഷൻ അണ്ടർ ആൻ ആൾട്ടർനേറ്റിംഗ് ഫീൽഡ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡൈഇലക്ട്രിക് ലോസ് എന്ന് പറയുന്നത്. ഡൈഇലക്ട്രിക് ലോസ് എന്താണ്, എനർജി ഡിസിപ്പേഷൻ ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് വെൻ ആൻ ആൾട്ടർനേറ്റിംഗ് കറന്റ് ഓർ ആൾട്ടർനേറ്റിംഗ് ഫീൽഡ് ഈസ് അപ്ലൈഡ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ലാസ്റ്റ് വൺ, ഡൈഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് പറഞ്ഞു, ദാറ്റ് ഈസ് റേഷ്യോ ആയിരുന്നു ഡൈഇലക്ട്രിക് പെർമിറ്റിവിറ്റിന്റെയും ഫ്രീ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ടു പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. രണ്ടാമത് പറഞ്ഞത് ഡൈഇലക്ട്രിക് ലോസസ് ആണ്, അതായത് എനർജി ഡിസിപ്പേഷൻ ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് വെൻ ആൾട്ടർനേറ്റിംഗ് ഫീൽഡ് ഈസ് അപ്ലൈഡ്. ഇനി പറയുന്നത് ഡൈഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ എടുത്തു. ഈ ഡൈഇലക്ട്രിക് മെറ്റീരിയലിൽ പോളറൈസേഷൻ ഒക്കെ ഉണ്ടാവും നമുക്കറിയാം അല്ലെ. അപ്പൊ ഞാനൊരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ആണ് ഇതെന്ന് വിചാരിച്ചോ. ഇതൊരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ആണ്. ഈ ഡൈഇലക്ട്രിക് മെറ്റീരിയലിൽ ഒരു പോളറൈസേഷൻ ഉണ്ടാവും, നെഗറ്റീവ് പോസിറ്റീവ് പോളറൈസേഷൻ ഉണ്ടാവും. ഞാനൊരു ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡാണ് അപ്ലൈ ചെയ്തത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ അല്ലെങ്കിൽ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഒരുപാട് അപ്ലൈ ചെയ്യാണ്. ആ ഒരു സമയത്ത് എന്ത് ചെയ്യും, ഇത് ലൈക്ക് ഈ ഒരു പോളറൈസേഷനിലെ ഈ ഒരു പോസിറ്റീവ് ആറ്റംസ് അല്ലെങ്കിൽ നെഗറ്റീവ് ആറ്റംസ് കൂടുതൽ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആവും. ഓക്കെ, അങ്ങനെ ആ സെപ്പറേഷൻ നമ്മൾ പിന്നെയും ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്ത് ഇറ്റ് വിൽ ബ്രേക്ക്. അതങ്ങനെ ഫ്രീ ചാർജസ് ആയിട്ട് മാറും. സോ ഇറ്റ് വിൽ ബിക്കം എ കണ്ടക്ടർ. ഓക്കെ, ആദ്യം ഡൈഇലക്ട്രിക് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ആവുന്ന സമയത്ത് അതെന്താവും, കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വരും. സെപ്പറേറ്റ് ആയി എന്താവും, പിന്നെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബ്രേക്ക് ആൻഡ് അത് ഫ്രീ ചാർജസ് ആയിട്ട് എന്താവും, മൂവ് ആവും. ഈ ഒരു പ്രോസസ് ഫ്രീ, അതുകൊണ്ട് തന്നെ അത് കണ്ടക്ടർ അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി അവിടെ കിട്ടും. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡൈഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഫെയിലിയർ ഓഫ് ഡൈഇലക്ട്രിക് വെൻ ദ അപ്ലൈഡ് ഫീൽഡ് എക്സീഡ്സ് എ ക്രിട്ടിക്കൽ വാല്യൂ. ഓക്കെ, അതായത് ഒരു ഡൈഇലക്ട്രിക്, ഇത് ഓരോ ഡൈഇലക്ട്രിക് മെറ്റീരിയലിലും ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയലിലേക്ക് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. ആ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് പിന്നെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്തു. ഒരു പെർട്ടിക്കുലർ വാല്യൂവിനും മേലിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുക. ഓക്കെ, ഓക്കെ. അപ്പൊ ഇനി ഒരു നമ്മളിവിടെ ഒരു പറയേണ്ട ഒരു ടേം ഉണ്ട്, ദാറ്റ് ഈസ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയും. ഇതെന്താന്ന് വെച്ചാല്, ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയലിനെ ഏറ്റവും മാക്സിമം ഈ ഒരു ബ്രേക്ക് ഡൗൺ നടക്കാതെ അക്യൂർ ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രിക് ഫീൽഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് a dielectric can a maximum electric field can be okay. ആ മാക്സിമം ഇലക്ട്രിക് ഫീൽഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മളെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്? അപ്പോൾ ഡൈഇലക്ട്രിക് ബ്രേക്ക് ഡൗണും ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്തും കൂടെ ഓർത്തിരിക്കാം. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ഡിഫൈൻ പെർമിറ്റിവിറ്റി ആൻഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, മെഷർ ഓഫ് ഹൗ മച്ച് ഇലക്ട്രിക് ഫീൽഡ് എ മെറ്റീരിയൽ ക്യാൻ പെർമിറ്റ് ഓർ റെഡ്യൂസ് വിത്തിൻ ഇറ്റ്. ഒരു മെറ്റീരിയലിനെ പെർമിറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രിക് ഫീൽഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ability indicates the material's ability to store electric energy. ഇനി റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ടു പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വം പെർമിറ്റിവിറ്റി. ഇനി ഹയർ എപ്സിലോൺ ആർ അല്ലെങ്കിൽ ഹയർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണെങ്കിൽ ബെറ്റർ എബിലിറ്റി ടു പോളറൈസ്. ഓക്കെ, ക്ലിയർ ആണോ?
ജസ്റ്റ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിനെ ഇലക്ട്രിക് ഫീൽഡിനെ റെഡ്യൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പെർമിറ്റ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഇതിന് മെഷറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പെർമിറ്റിവിറ്റി എന്ന് പറയാം. പിന്നെ അതിന് റിലേറ്റ് ആയിട്ട് വരുന്ന റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഉണ്ട്, ഒരു വാക്വം സ്പേസും പിന്നെ ഒരു മെറ്റീരിയലിന്റെ പെർമിറ്റിവിറ്റി, ഇതിനെ രണ്ടിനെ റിലേറ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി ഞാൻ ഇതിൽ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു 4 ഇക്വേഷൻസ് ഉണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാവേ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്, സോറി ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്. ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന്റെ ഇക്വേഷൻ പറഞ്ഞിരുന്നു. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ D ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, ε0 E പ്ലസ് P. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. രണ്ടാമതെന്ന് പറഞ്ഞത് നമ്മളെ പോളറൈസേഷൻ ഇക്വേഷൻ ആയിരുന്നു, ε0 ε r-1 E, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം, ε0 k-1 E എന്ന് എഴുതാം. ഓക്കെ, ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. മൂന്നാമത് എന്തായിരുന്നു, നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇന്റേണൽ ഫീൽഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, E പ്ലസ് P/3ε0. ഓക്കെ, നാലാമതായിട്ട് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ക്ലോഷ്യസ്-മൊസോട്ടി അല്ലെ, εr-1 εr+2 ഈക്വൽ ടു n⁴/3ε0. ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു 4 ഇക്വേഷൻസ് നിങ്ങൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നിങ്ങൾ അതും ഓർത്തിരിക്കുക. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എന്തും ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് മനസ്സിലായി വിചാരിക്കുന്നു. ഡെറിവേഷൻസ് ഒക്കെ നന്നായിട്ട് ചെയ്തു നോക്കുക കേട്ടോ. ഇന്റർണൽ ഫീൽഡ് ഡെറിവേഷൻ ആണ് കുറച്ച് ലെങ്തി ആയിട്ട് വരുന്നത്, പക്ഷെ സിമ്പിൾ ആണ്, അങ്ങനെ വലിയ പാടൊന്നുമില്ല. നിങ്ങളൊന്ന് ഒരു 1-2 പ്രാവശ്യം ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. പിന്നെ ക്ലോഷ്യസ്-മൊസോട്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഡിറൈവ് ചെയ്ത് തന്നെ നോക്കാം. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസും സിമ്പിൾ ആണ്, വലിയ പാടൊന്നും ഉള്ളതല്ല. എന്തായാലും ഡൗട്ട്സ് കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, എന്തായാലും എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതട്ടെ. ഈ ഒരു പോർഷൻ ഭയങ്കര സിമ്പിൾ ആണ്, അങ്ങനെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻ അല്ല. ഫുൾ മാർക്കിന് സ്കോർ ചെയ്യാൻ പറ്റും ഈ ഒരു പോർഷനിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ ദെൻ.